നൂറെ ഹബീബിന് മുത്തുമണിക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഈ നൂറെ ഹബീബിന്റെ മദ്രസയിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കോടികൾ ചെലവഴിച്ച് ഒരുപാട് യതീമക്കൾക്ക് പാവങ്ങൾക്ക് വീടുണ്ടായി കൊടുത്തിട്ടുണ്ട്. നൂറെ ഹബീബിന്റെ മുത്തുമണികള് 70 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നൂറെ ഹബീബിന്റെ മുത്തുമണികള് ഒരുപാട് പിഞ്ചു പൈത മക്കളെ മക്കളെ ഏറ്റെടുത്തിട്ടുണ്ട്. ഓരോ മാസം ഒരുപാട് കുടുംബത്തിന്റെ 10ഉം 5ഉം 3ഒക്കെ ആയിട്ട് അങ്ങനെ പൈസയും പോകുന്നുണ്ട്. അത് മാത്രമല്ല, നൂറെ ഹബീബ് മുത്തുമണികള് ഒരുപാട് പേർക്ക് മരുന്ന് വാങ്ങാൻ പൈസ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, നൂറെ ഹബീബിന്റെ മുത്തുമണികള് 3-3.5 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്നും അള്ളാഹുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. വിമർശനങ്ങൾ കൂടുന്തോറും അള്ളാഹു നൂറെ ഹബീബിനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അള്ളാഹു തന്നെ നിഅമത്താണ്. ഇൻഷാ അല്ലാഹ് ഇതാ വീണ്ടും നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്ക് ഇൻഷാ അല്ലാഹ് ഒരു കുടുംബത്തിന് വാപ്പയില്ലെങ്കിൽ, അതല്ലെങ്കിൽ പാവങ്ങളാണെങ്കിൽ, ഒരു തുണ്ട് ഭൂമി ഇല്ലെങ്കിൽ അവർക്ക് നൂറെ ഹബീബിന്റെ മുത്തുമണികൾ ഇപ്പൊ 75 കുടുംബത്തിന് ഭൂമി കൊടുക്കണം. എത്ര? 75. ഇൻഷാ അല്ലാഹ് അതിന് 30 പേർക്കുള്ള ഭൂമി വിതരണം ഇൻഷാ അല്ലാഹ് മെയ് മാസം 25-ാം തീയതി ഇൻഷാ അല്ലാഹ് 30 കുടുംബത്തിന് ഇൻഷാ അല്ലാഹ് നമ്മൾ ആധാരം കൊടുക്കണം. അപ്പൊ അതിന്റെ ബഹുമാനം മനസ്സിലായില്ലേ? ഒരു മനുഷ്യനെ തളർത്തണമെങ്കിൽ അള്ളാഹ് വിചാരിക്കണം. അള്ളാഹ് ഒരു മനുഷ്യനെ ഉയർത്താൻ വിചാരിച്ചാല് ഒരു മഹ്ലൂക്ക് വന്നാലും എന്ത് ചെയ്യാൻ പറ്റൂല. അപ്പോ വീണ്ടും അഹങ്കാരത്തോടെ തന്നെയാണ് 75 കുടുംബത്തില് 30 കുടുംബത്തില് ഇൻഷാ അല്ലാഹ് ആധാരം ഈ മെയ് മാസം ബാക്കിയുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് നവംബറിൽ 25 മക്കളെ കല്യാണത്തിന്റെ കൂടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ഇവിടെ ഈ ബക്കറ്റ് പിരിവിലും അതുപോലെ തന്നെ കല്യാണത്തിലൊക്കെ കിട്ടുന്ന പൈസയിൽ സ്വരൂപിച്ച് വെച്ചതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹതപ്പെട്ടവർക്ക് എത്തിപ്പെടട്ടെ. അതിന്റെ ഫോമാണ് ഇൻഷാ അല്ലാഹ്. ഇതില് എത്ര ആളുകൾക്കാണോ നമുക്ക് കൊടുക്കാൻ പറ്റും? ചിലപ്പോ ഇനി കൂടാൻ ചാൻസ് ഉണ്ട്. സ്ഥലങ്ങൾ നൂറെ ഹബീബിന്റെ മുത്തുമണികൾ വാരിക്കോരി തരികയാണ്. തങ്ങൾ പാപ്പ ഇതെടുത്തോളി തരികയാണ്, സ്വർണ്ണമായിട്ടും പൈസയായിട്ടും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തന്നവർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ അതിന്റെ ഫോമാണ് നമ്മൾ കാണുന്നത്. ഇത് നൂറെ ഹബീബിന്റെ അടിമി മുഖാന്തരാണ് ഇത് എന്ത് ചെയ്യാ കൊടുക്കുക. അടിമി മുഖാന്തരം കേട്ടോ. ഓർക്ക് ഓരൊപ്പ് വേണം. മഹല്ലിന് ഒരുപാട് നിബന്ധനകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള സമ്പത്തും ഒക്കെ അല്ലാഹു നൽകട്ടെ. കൂടെ പറപ്പിലുള്ള ഖൈറും ബറക്കത്തും അല്ലാഹു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.